ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദ റിമൈനിങ് പോർഷൻ ഓഫ് ദി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പൈത്തൺ. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ ഇഫ് എന്താണെന്നും ഇഫ് എൽസ് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ കേസിൽ വരുന്നതാണ് നെസ്റ്റഡ് ഇഫ് എൽസ്. നെസ്റ്റഡ് ഇഫ് എൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നെസ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഒരു ഇഫിൻ്റെ ഉള്ളിൽ അടുത്ത ഇഫ് എഴുതാം, അതിൻ്റെ ഉള്ളിൽ വേറെ ഇഫ് എഴുതാം. അതേപോലെ എൽസിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ പ്രോബ്ലം അതിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഫും എൽസും ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന ഇൻഡൻറ്റേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എന്താണ് അതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ലെറ്റർ ഈക്വൽ ടു എ എന്ന് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇഫ് ദ ലെറ്റർ ഈക്വൽ ടു ബി, ആ നമ്മൾ കൊടുത്തിരിക്കുന്ന ലെറ്ററിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഇഫ് കൊടുക്കുമ്പോൾ എപ്പോഴും സിംഗിൾ ഈക്വൽ ടു അല്ല കൊടുക്കുന്നത്, ഒരു ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ഈക്വൽ ടു ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇഫ് ദ ലെറ്റർ ഈസ് ബി ആണോ എന്നാണ്. ഇഫ് ചെക്ക് വെദർ ദ ലെറ്റർ ഈസ് ബി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഇഫ് ലെറ്റർ എന്നുള്ള നമ്മുടെ ഈ ഒരു വേർഡ് ഈക്വൽ ടു എന്ന് പറയുമ്പോഴാണ് ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിൽ വരുന്നത്. ജസ്റ്റ് ഞാനൊരു ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ചെക്കിങ്ങിന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഈക്വൽ ടു ആണ് കൊടുക്കേണ്ടത്. ദെൻ ലെറ്റർ ഈക്വൽ ടു ബി ആണ് എന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ലെറ്റർ ബി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇഫിൻ്റെ ഉള്ളിലാണ് ഈ പ്രിൻ്റ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇഫ് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് നീക്കിയിട്ടാണ് പ്രിൻ്റ് എഴുതിയേക്കുന്നത്. ഇനി എൽസ് ഇതല്ല എങ്കിൽ എൽസ് എഴുതി കോളനിട്ടു. ദെൻ എൽസിൻ്റെ തൊട്ട് താഴെ, എൽസിനോടൊപ്പം തന്നെ അല്ല അതിൻ്റെ താഴ്ഭാഗത്ത്, അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നത് ഈ എൽസിൻ്റെ ഉള്ളിലാണ് ഇനി വരാൻ പോകുന്ന ഇഫും എൽസും വന്നേക്കുന്നത്. ഇഫ് ദ ലെറ്റർ ഈക്വൽ ടു സി ആണെങ്കിൽ പ്രിന്റ് ലെറ്റർ ഈസ് സി. നമുക്ക് എത്ര ഇഫോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ എൽസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും എഴുതാം. അപ്പോൾ ഈ ഇഫിൻ്റെ എൽസ് എഴുതുവാണ്. അപ്പോൾ നോക്കി നമുക്ക് ഇൻഡൻറ്റേഷൻ വെച്ചിട്ടാണ് അറിയാൻ പറ്റുള്ളൂ ഏത് ഇഫിൻ്റെ എൽസ് ആണെന്നുള്ളത്. ഒരേ ലെവലിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ ആ ഇഫിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽസ് ആയിരിക്കും. ആ രീതിക്ക് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഇഫിൻ്റെ ഉള്ളിൽ മോർ ദാൻ വൺ ഇഫ് കൊടുക്കുവോ അല്ലെങ്കിൽ എൽസിൻ്റെ ഉള്ളിൽ ഇഫൊക്കെ കൊടുക്കുവോ, അങ്ങനെ നെസ്റ്റഡ് ആയിട്ട് നമുക്ക് ഇഫും എൽസും പലതവണ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതിനാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കേസാണ് എലിഫ് കണ്ടീഷൻ. അതായത് എൽസ് ഇഫ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് എലിഫ്. നമുക്കിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എൽസിൻ്റെ കൂടെ ഇഫ് ഇല്ല. ഇനി നമുക്കിപ്പോൾ ഒരു രണ്ട് നമ്പേഴ്സ്, ഇപ്പോൾ ഒരു നമ്പർ 20-നേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ആ നമ്പർ തന്നെ നമുക്ക് 40-നേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ 20 ആൻഡ് 40, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ 20 ആൻഡ് 40 എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ നമുക്ക് മോർ ദാൻ വൺ കണ്ടീഷൻസ് വരുന്നു, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആണ്, അവിടെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിലാണ് നമ്മൾ മൾട്ടിപ്പിൾ ഡിസിഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എലിഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെയും സിൻടാക്സ് നോക്കുക. ഇഫ് കണ്ടീഷൻ, ഇഫ് കൊടുക്കുക, കണ്ടീഷൻ, അതിൻ്റെ ഉള്ളിൽ ഇഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ ഈ ഇഫിനോടൊപ്പം തന്നെ ഞാൻ കൊടുക്കുവാണ്. ആദ്യത്തെ കേസിൽ നമുക്ക് ഇഫും എൽസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഈ രണ്ട് കേസും കൂടെ വന്നു. ഈ ഒരു എലിഫ് എന്നുള്ളൊരു എക്സ്ട്രാ ഒരു കേസും കൂടെ വന്നു. എലിഫ് മീൻസ് എൽസ് ഇഫ് എന്നാണ്. എൽസ് ഇഫ് കണ്ടീഷൻ. ഇഫ് വന്ന് എപ്പോഴും കണ്ടീഷൻ ഉണ്ടാവണം. എൽസ് ഇഫ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അവിടെ എൽസ് ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇഫ് ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇഫിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യുക. ഇനി ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അതാണ് ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യുന്നത്. എൽസ് ഇഫ്
കണ്ടീഷൻ ഫോൾസ് ആയി, എൽസ് എന്ന് പറഞ്ഞാൽ അതർവൈസ് എന്നാണ്, അതിൻ്റെ കൂടെ ഫോൾസ് ആയി പ്ലസ് ഞാനൊരു ഇഫും കൂടെ ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ബ്രാക്കറ്റ് വേണ്ട കേട്ടോ, ബ്രാക്കറ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്പേസ് ഇട്ടാൽ മതി. മുകളിലത്തെ പോലെ തന്നെ എൽസ് ഇഫ് കണ്ടീഷൻ കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. അതാണ് എക്സെട്ര ഇവിടെ ഇട്ടേക്കണേ, എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ദെൻ ലാസ്റ്റ് ഒരു എൽസ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ സിൻടാക്സിൽ ഈ എലിഫിൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല, അവസാനം ഒരു എൽസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇഫ് കൊടുക്കുക, എലിഫ് കൊടുക്കുക, എലിഫ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു ഇഫിൻ്റെ ഉള്ളിൽ കൊടുക്കാം, ലാസ്റ്റ് ഒരു എൽസ് ഉണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വേ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു ഏജ് കൊടുക്കുകയാണ്. ഇൻപുട്ട് എൻ്റർ ദി ഏജ്. അപ്പോൾ ഇൻപുട്ട് എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഏജ് കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യാനുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ ഏജിൻ്റെ വാല്യൂ, ഇഫ് ഏജിൻ്റെ വാല്യൂ ലെസ് ദാൻ 0, ഏജിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. ഏജ് കനോട്ട് ബി നെഗറ്റീവ്. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ മൈനസ് വാല്യൂ അല്ലേ. അപ്പം ഞാൻ കൊടുക്കുന്ന വാല്യൂ ഇപ്പോൾ -10 ആണ് ഞാൻ കൊടുത്തതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ മെസ്സേജ് വരണം, ഏജ് കനോട്ട് ബി നെഗറ്റീവ്. നെഗറ്റീവ് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അല്ല എനിക്കിനി വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ആദ്യം ഞാൻ ഏജ് 0-ലും കുറവാണോ എന്ന് നോക്കി, ആണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി. വീണ്ടും എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? എലിഫ് ഏജ് ലെസ് ദാൻ 18, അതായത് 0-ലും കുറവാണെങ്കിൽ ഒരു കാര്യം ചെയ്തു. ഇനി അല്ല, ഏജ് 18-ലും കുറവാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് യു ആർ എ മൈനർ. വീണ്ടും എനിക്ക് ചെക്ക് ചെയ്യാം. ഏജ് ലെസ് ദാൻ 65-ലും ചെറുതാണ്. അതായത് ഇപ്പോൾ ഓരോ കേസിലും, ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഏജ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, അല്ല എങ്കിൽ ഇങ്ങോട്ട് പോകും. ഏജ് ലെസ് ദാൻ 18 ആണെന്നുണ്ടെങ്കിൽ യു ആർ എ മൈനർ എന്ന് പറയും. അല്ല എങ്കിൽ, അതായത് എന്ന് പറഞ്ഞാൽ 18-നും 65-നും ഇടയിലുള്ളവരാണെങ്കിലാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്, യു ആർ ആൻ അഡൽറ്റ്. ഇനി ഇതൊന്നുമല്ല, 65-നും മുകളിലാണെങ്കിൽ എൽസ്. അവിടെ വീണ്ടും കണ്ടീഷൻ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. എൽസിൽ നമുക്ക് എന്താണെങ്കിലും കണ്ടീഷൻ വേണ്ട. ഇതൊന്നും അല്ലാത്ത കേസിനാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രിന്റ് യു ആർ എ സീനിയർ സിറ്റിസൺ. ഇങ്ങനെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എലിഫ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഈ എലിഫ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ എനിക്കൊരു മാർക്ക് എൻ്റെ കയ്യിൽ ഒരു ടോട്ടൽ മാർക്ക് ഉണ്ട്. ആ മാർക്ക് ഏത് ഗ്രേഡിൻ്റെ ഇടയിലാണ് വരേണ്ടത്. ഇപ്പം 90 എബോവ് ആണെങ്കിൽ അത് A+ വരണം, അല്ലെങ്കിൽ 85 to 90 ആണെങ്കിൽ A വരണം. ആ രീതിക്ക് എനിക്ക് ഒരു മെസ്സേജാണ്, എനിക്കൊരു ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ഓപ്പറേഷനാണ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ടേണറി സ്റ്റേറ്റ്മെൻറ്റ്. അതിന് നമ്മൾ പറയുന്ന പേര് ഷോർട്ട് ഹാൻഡ് ഓഫ് ഇഫ് എൽസ് എന്നാണ്. ഇഫ് എൽസിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ്. ഇവിടെ നമ്മൾ ടേണറി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇത് A = 10, B = 20. Then minimum = A is minimum if A less than B, else B is minimum. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കിതെല്ലാം എഴുതാൻ പറ്റി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇഫ് A less than B ആണെന്നുണ്ടെങ്കിൽ A is minimum എന്ന് പ്രിന്റ് ചെയ്യുക, അല്ല എങ്കിൽ B is minimum എന്ന് പ്രിന്റ് ചെയ്യുക. അങ്ങനെ ഒരു ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഇഫ് എൽസിനെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിനാണ് നമ്മൾ ടേണറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ടേണറി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ഹാൻഡ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഇഫും എൽസും കൂടെ ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ താഴെ എഴുതണ്ടേ, ഇഫ് A less than B, പ്രിന്റ് A is minimum, else B is minimum. അല്ല, എത്ര സ്റ്റെപ്പ് വേണം? അതിന് പകരം ഒറ്റയടിക്ക് ഞാൻ എഴുതിയേക്കുവാണ് A is minimum ഇഫ് A less than B. അപ്പോൾ ഇഫിന് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഇഫ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തോളൂ. ദെൻ എൽസിന് റൈറ്റ് സൈഡിൽ വരുന്നത് ഇഫ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ, അത് എൽസ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്നത് എക്സിക്യൂട്ട് ചെയ്യും. ആ രീതിക്കാണ് ഈ ഒരു ടേണറി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് മെയിനായിട്ടും വരുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. 5 എണ്ണാണുള്ളത്. ഫസ്റ്റ് ഇഫ്, സെക്കൻഡ് ഇഫ് എൽസ്, തേർഡ് നെസ്റ്റഡ് ഇഫ്, ഫോർത്ത് എലിഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫിഫ്ത്ത് ടേണറി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് കണ്ടീഷണൽ
statements in Python programming language.